വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് മെഗാസ്പോറോജെനസിസ്, മെഗാസ്പൊറാഞ്ചിയത്തിൻ്റെ സ്ട്രക്ചർ, എംബ്രയോസാക്ക് തുടങ്ങിയവയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഒരു ഫ്ലവറിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് യൂണിറ്റിനെ സ്റ്റേമൻ എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഫ്ലവറിൻ്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് യൂണിറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് പിസ്റ്റിൽ അല്ലെങ്കിൽ ഗൈനീഷ്യമാണ്. അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിസ്റ്റിലാണ്. പിസ്റ്റിലിന് 3 പാർട്സ് ഉണ്ട് പ്രധാനമായിട്ട്. ഈ ഇമേജിൽ നമുക്ക് കാണാം. ആ 3 പ്രധാനപ്പെട്ട പാർട്സ് നമുക്ക് പരിചയപ്പെടാം. ഏറ്റവും ടോപ്പ് പൊസിഷനിലുള്ള സ്റ്റിഗ്മ എന്ന് പറഞ്ഞാൽ പോളൻ ഗ്രെയിൻസിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ദെൻ അതിൻ്റെ താഴത്ത് സ്റ്റൈൽ കാണാം. സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സ്ലെൻഡർ പാർട്ടാണ്. സ്റ്റിഗ്മയുടെ തൊട്ട് താഴെ കാണും. ദെൻ ഓവറി എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക് കാണുന്ന സോളൻ പാർട്ടാണ്. അവിടെയാണ് ഓവ്യൂൾസും എഗ്സും ഒക്കെ ഉണ്ടാകുന്നത്. ഇനി പറയുകയാണെങ്കിൽ ഈ ഓവറിയുടെ ഉള്ളിൽ ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതിനെ നമ്മൾ ഒവേറിയൻ ക്യാവിറ്റി അല്ലെങ്കിൽ ലോക്യൂൾ എന്ന് പറയും. അതിനെ സെപ്പറേറ്റ് ചെയ്ത് എന്തുണ്ട്? സെപ്റ്റം ഉണ്ട്. ഈ ഓവേറിയൻ ക്യാവിറ്റിയുടെ ഉള്ളിൽ ഒരു ടിഷ്യൂ ഉണ്ട്. ആ ടിഷ്യൂവിനെ നമ്മൾ പ്ലാസൻറ്റ എന്ന് പറയും. ആ പ്ലാസൻറ്റയിലാണ് ഓവ്യൂൾ അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ചിയം ഉണ്ടാകുന്നത്. ഇനി നമുക്ക് മെഗാസ്പൊറാഞ്ചിയത്തിൻ്റെ സ്ട്രക്ചർ പഠിക്കാം. മെഗാസ്പൊറാഞ്ചിയത്തിന് നമ്മൾ ഓവ്യൂൾ എന്നും പറയും. ഒരു മെഗാസ്പൊറാഞ്ചിയത്തിന് സ്റ്റോക്ക് ഉണ്ട്. അതായത് ഈ പ്ലാസൻറ്റയിലേക്ക് ഈ ഓവ്യൂളിനെ അറ്റാച്ച് ചെയ്യുന്ന സ്റ്റോക്കിനെയാണ് നമ്മൾ ഫ്യൂണിക്കിൾ എന്ന് പറയുന്നത്. ഇമേജിൽ കാണാം, സെക്കൻഡ് ആയിട്ട് അടയാളപ്പെടുത്തിയേക്കുന്ന ഫ്യൂണിക്കിൾ, ആ ഒരു സ്റ്റോക്ക്. ദെൻ ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ആൻ ഓവ്യൂൾ ആൻഡ് എ ഫ്യൂണിക്കിൾ ഈസ് കോൾഡ് ഹൈലം. അതായത് ആ ഫ്യൂണിക്കിളും ആ ഓവ്യൂളും തമ്മിലുള്ള ആ ജംഗ്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹൈലം എന്ന് വിളിക്കുന്നത്. ഓവ്യൂളിനെ സറൗണ്ട് ചെയ്തിട്ട് 1 or 2 പ്രൊട്ടക്റ്റീവ് എൻവലപ്പ് ഉണ്ടാകും. അതിനെ ഇൻറ്റഗ്യുമെൻറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. ഈ പിക്ചറിലാണെങ്കിൽ ഔട്ടർ ഇൻറ്റഗ്യുമെൻറ്റും ഇന്നർ ഇൻറ്റഗ്യുമെൻറ്റും കാണാം. പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. ദെൻ ഇൻറ്റഗ്യുമെൻറ്റ്സ് ഈ ഓവ്യൂളിനെ മൊത്തത്തിൽ കവർ ചെയ്യുന്നുണ്ട്. ഒരു സ്ഥലത്തൊഴികെ ഏറ്റവും ആ ടിപ്പ് പൊസിഷനിൽ മാത്രം ആ ഇൻറ്റഗ്യുമെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റില്ല. അവിടെ ഒരു ചെറിയ ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിങ്ങിനെയാണ് മൈക്രോപൈൽ എന്ന് വിളിക്കുന്നത്. ഈ ഓപ്പണിംഗ് എന്തിനു വേണ്ടിയാണെന്നല്ലേ? ഈ ഓപ്പണിങ് പോളൻ ട്യൂബിന് ഓവ്യൂളിലേക്ക് എൻ്റർ ചെയ്യാനായിട്ടുള്ള ഓപ്പണിംഗ് ആണത്. ദെൻ ഈ മൈക്രോപൈലിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആ പാർട്ടിനെയാണ് ചലാസ എന്ന് വിളിക്കുന്നത്. ദെൻ ഇതിൻ്റെ ഉള്ളിൽ വേറൊരു റീജിയനാണ് ന്യൂസെല്ലസ്. The cells with a high or abundant reserve food material enclosed within the integument. ഇൻറ്റഗ്യുമെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ അബുണ്ടൻ്റ് റിസർവ് ഫുഡ് മെറ്റീരിയൽ ഉള്ള ഒരു റീജിയനെയാണ് ഈ ന്യൂസെല്ലസ് എന്ന് പറഞ്ഞാൽ. ന്യൂസെല്ലസ് എന്ന് പറഞ്ഞാൽ മൾട്ടി സെല്ലുലാർ മാസ് ഓഫ് ടിഷ്യൂ ആണ്. എംബ്രയോസാക്കിന് വേണ്ടിയിട്ടുള്ള ഫുഡാണ് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. എംബ്രയോസാക്കിന് നറിഷ്മെൻ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ എംബ്രയോസാക്ക് എന്ന് പറഞ്ഞാൽ the female gametophyte located within the ന്യൂസെല്ലസ് is called embryosac. അതായത് ന്യൂസെല്ലസിൻ്റെ ഉള്ളിൽ ലൊക്കേറ്റ് ചെയ്തേക്കുന്ന ആ ഒരു ഗ്രീൻ കളേർഡ് പോർഷൻ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എംബ്രയോസാക് എന്ന് വിളിക്കുന്നത്. ദെൻ എന്താണ് മെഗാസ്പോറോജെനിസിസ്? The process of formation of haploid megaspores from diploid megaspore mother cell through meiosis. മിയോസിസ് വഴി ഡിപ്ലോയിഡ് ആയിട്ടുള്ള മെഗാസ്പോർ മദർ സെല്ലിൽ നിന്നും ഹാപ്ലോയിഡ് ആയിട്ടുള്ള മെഗാസ്പോർസ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മെഗാസ്പോറോജെനിസിസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എംബ്രയോസാക്കിൻ്റെ ഫോർമേഷൻ അല്ലെങ്കിൽ ഫീമെയിൽ ഗാമീറ്റോഫൈറ്റിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. Single megaspore mother cell is differentiated at micropylar end of the nucellus with a dense cytoplasm and prominent nucleus. അതായത് ന്യൂസെല്ലസിൻ്റെ മൈക്രോപൈലാർ എൻഡിലുള്ള ഒരു സിംഗിൾ മെഗാസ്പോർ മദർ സെല്ല് ഡിഫറൻഷ്യേറ്റ് ചെയ്യും ഡെൻസ് സൈറ്റോപ്ലാസവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ന്യൂക്ലിയസുമായിട്ട്. ഈ ഡിപ്ലോയിഡ് മെഗാസ്പോർ മദർ സെല്ല് മിയോസിസ് നടന്നിട്ട് 4
ഹാപ്ലോയിഡ് മെഗാസ്പോർസ് ഉണ്ടാകും. അതിനെങ്ങനെയാണ്? ലീനിയർ ടെട്രാഡായിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. ഈ ഇമേജിൽ നോക്കാം. ഒരു ന്യൂസെല്ലസിൻ്റെ മൈക്രോപൈലാർ എൻഡിലുള്ള മെഗാസ്പോർ മദർ സെല്ല്. ആ മെഗാസ്പോർ മദർ സെല്ല് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പ്രോമിനൻ്റ് ന്യൂക്ലിയസും ഡെൻസ് സൈറ്റോപ്ലാസവുമായിട്ട് മാറുന്നു. എന്നിട്ട് അത് ഡിവൈഡ് ചെയ്തിട്ട് ആദ്യം ഒരു മെഗാസ്പോർ ഡയാഡ് ആകും. അതിനുശേഷം അത് 4 ഹാപ്ലോയിഡ് മെഗാസ്പോർസ് ലീനിയർ ടെട്രാഡായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ഈ തേർഡ് ഇമേജ്. നമുക്ക് കാണാം 4 എണ്ണം മുകളിൽ നിന്ന് 4 എണ്ണം. ഇപ്പോൾ ഇവിടെ 4 എണ്ണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ 4 എണ്ണത്തിൽ നിന്ന് മൈക്രോപൈലാർ എൻഡിലുള്ള ആ 3 എണ്ണം ഡീജനറേറ്റ് ചെയ്തു പോകും. മൈക്രോപൈലാർ എൻഡിൽ നിന്ന് അകലെയുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരെണ്ണം അത് എൻലാർജ് ചെയ്തിട്ട് ഒരു ഫങ്ഷണൽ മെഗാസ്പോർ ആയിട്ട് മാറും. ഈ ഫങ്ഷണൽ മെഗാസ്പോർ ഫീമെയിൽ ഗാമീറ്റോഫൈറ്റ് അല്ലെങ്കിൽ എംബ്രയോസാക്ക് ആയിട്ട് ഡെവലപ്പ് ചെയ്തു വരും. ഇതിനെ നമുക്ക് മോണോസ്പോറിക് ഡെവലപ്മെൻറ്റും എന്നും വിളിക്കാം കേട്ടോ. അപ്പം എന്താണ് നമ്മൾ പറഞ്ഞത്? ന്യൂസെല്ലസിൻ്റെ മൈക്രോപൈലാർ എൻഡിലുള്ള മെഗാസ്പോർ മദർ സെൽ ഡിവൈഡ് ചെയ്യുന്നു. അത് മെഗാസ്പോർ ഡയാഡ് ആകുന്നു. അതിനുശേഷം മെഗാസ്പോർ ടെട്രാഡ് ആകുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഫങ്ഷണൽ ആയിട്ടുള്ള, നമ്മൾ പറഞ്ഞു മൈക്രോപൈലാർ എൻഡിൻ്റെ അകലെയുള്ള ആ ഒരു ഫങ്ഷണൽ മെഗാസ്പോറ് 3 റിപ്പീറ്റഡ് മൈറ്റോട്ടിക് ഡിവിഷൻ നടത്തി 8 ന്യൂക്ലിയേറ്റ് സ്റ്റേജിലെത്തുന്നു. 3 റിപ്പീറ്റഡ് ആയിട്ടുള്ള മൈറ്റോട്ടിക് ഡിവിഷൻ നടത്തി നോക്കൂ 8 സെൽഡ് സ്റ്റേജ്. ഈ തേർഡ് ഇമേജിൽ 4 എണ്ണം മുകളിലും 4 എണ്ണം താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 8 സെൽഡ് സ്റ്റേജിലെത്തുന്നു. ഇനി the three nucleus located at the micropylar end, 3 nucleus at the chalazel end, and the other 2 move towards the center of the embryo sac. 6 of the 8 nuclei are surrounded by cell wall. അതായത് ഇതിൻ്റെ അകത്ത് 3 ന്യൂക്ലിയസ് എങ്ങോട്ട് പോകും? മൈക്രോപൈലാർ എൻഡിലേക്ക് പോകും. 3 ന്യൂക്ലിയസ് ചലാസൽ എൻഡിലേക്ക് പോകും. ബാക്കിയുള്ള 2 എണ്ണം ആ എംബ്രയോസാക്കിൻ്റെ സെൻറ്ററിലായിട്ട് വരും. ഇമേജ് ഈ 4ാമത്തെ ഇമേജിൽ നമുക്ക് കാണാം 3 എണ്ണം അതിൻ്റെ മൈക്രോപൈലാർ എൻഡിലും 3 എണ്ണം അതിൻ്റെ ചലാസൽ എൻഡിലും 2 എണ്ണം സെൻറ്ററിലുമായിട്ട് നമുക്ക് കാണാം. ഇനി ഈ 8 ന്യൂക്ലിയസിൽ 6 എണ്ണത്തിന് ചുറ്റും എന്ത് ഫോം ചെയ്യും? സെൽവാള് ഫോം ചെയ്യും. 3 ഹാപ്ലോയിഡ് സെൽസ് അറ്റ് ദ മൈക്രോപൈലാർ റീജിയൻ ആർ കോൾഡ് എഗ് അപ്പാരറ്റസ്. അതായത് ഈ മൈക്രോപൈലാർ എൻഡിൽ കാണുന്ന ഈ 3 എണ്ണത്തിനെയാണ് നമ്മൾ എഗ് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഒരു എഗ്ഗും 2 സൈനർഗിഡ്സും ഉണ്ടാകും. ഈ ഇമേജിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നടുക്കത്ത് ഒരു എഗ്ഗും 2 സൈനർഗിഡും. ദെൻ 3 ഹാപ്ലോയിഡ് സെൽസ് അറ്റ് ദ ചലാസൽ എൻഡ് ആർ കോൾഡ് ആൻറ്റിപോഡൽസ്. അതായത് ഈ ചലാസൽ എൻഡിലുള്ള 3 ഹാപ്ലോയിഡ് സെൽസിനെയാണ് നമ്മൾ ആൻറ്റിപോഡൽസ് എന്ന് വിളിക്കുന്നത്. ഫിലിഫോം അപ്പാരറ്റസ്, അതായത് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് അറ്റ് മൈക്രോപൈലാർ ടിപ്പ്. ഇറ്റ് ഗൈഡ് പോളൻ ട്യൂബ് ഇൻ ടു ദ സൈനർ ഗിഡ്സ്. അതായത് പോളൻ ട്യൂബിനെ സൈനർ ഗിഡ്സിൽ നിന്ന്, എഗ് അപ്പാരറ്റസിലെ സൈനർ ഗിഡ്സിലേക്ക് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിംഗർ പോലത്തെ പ്രൊജക്ഷൻസ് നമുക്ക് ഈ മൈക്രോപൈലാർ എൻഡിലുണ്ടാകും. അതിനെയാണ് നമ്മൾ ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡറി ന്യൂക്ലിയസ്, പോളാർ ന്യൂക്ലിയസ് അല്ലെങ്കിൽ സെൻട്രൽ സെൽ. നമുക്കറിയാം, നമ്മൾ പറഞ്ഞു 2 ന്യൂക്ലിയസ് സെൻട്രലിലേക്ക് മാറുന്ന, അത് സെൻട്രൽ ആയിട്ടുള്ള ഡിപ്ലോയിഡ് സെല്ലാണ്. ബാക്കിയെല്ലാം ഹാപ്ലോയിഡ് ആണ്, പക്ഷേ സെൻട്രൽ ഡിപ്ലോയിഡ് ആണ്, 2N ആണ്. അതിനാണ് സെക്കൻഡറി ന്യൂക്ലിയസ്, പോളാർ ന്യൂക്ലിയസ്, സെൻട്രൽ സെൽ എന്നൊക്കെ പറയുന്നത്. ഇനി എന്താണ് എംബ്രയോ സാക്കിൻ്റെ മോണോസ്പോറിക് ഡെവലപ്മെൻറ്റ്?
എംബ്രയോസാക് ഡെവലപ്ഡ് ഫ്രം സിംഗിൾ ഹാപ്ലോയിഡ് മെഗാസ്പോർ. ഒരു ഒറ്റ ഹാപ്ലോയിഡ് ആയിട്ടുള്ള മെഗാസ്പോറിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന എംബ്രയോസാക്കിനെയാണ് മോണോസ്പോറിക് ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രയോസാക് എന്ന് പറയുന്നത്. അപ്പോൾ എംബ്രയോസാക്കിൻ്റെ സ്ട്രക്ചർ എന്താണ്? മെഗാസ്പോറോജനസിസ്, മെഗാസ്പൊറാഞ്ചിയത്തിൻ്റെ സ്ട്രക്ചർ. ഇപ്പോൾ ഈ ക്ലാസ് ഇവിടെ തീരുകയാണ്. താങ്ക് യു.